ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം വോട്ടിൻ്റെ കണക്കെല്ലാം വെച്ച് 3-ാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. ആ 3-ാം സ്ഥാനത്ത് നിന്ന് ഇപ്പോഴും നല്ല രീതിയിൽ ബഹുദൂരം മുന്നേറി 1-ാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു ചരിത്ര വിജയം പാലക്കാട് നേടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ എല്ലാ അർത്ഥത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളെയും മാധ്യമ വിചാരണയെയും എല്ലാം അംഗീകരിച്ചുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ LDF മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആ മുന്നേറ്റം UDFും തിരിച്ചറിഞ്ഞിട്ടുണ്ട്, BJPയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയ വിഭാഗങ്ങളും ഭൂരിപക്ഷ വർഗീയ വിഭാഗങ്ങളും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഒരേ സ്വരത്തിൽ ശക്തിയായി പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ണാടിയിൽ വെച്ച് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനത്തിൽ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശം അത് തെറ്റായ പദപ്രയോഗങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ വിമർശനത്തിന് വിധേയപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങളോ ഇല്ലാത്ത ഒരു പരാമർശം. ഞങ്ങൾ കൃത്യമായിട്ട് ഇതിന് മുമ്പ് തന്നെ 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം മുതൽ കൃത്യതയോടെ പറഞ്ഞു വെച്ചത് തന്നെയാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്. അതുപോലൊന്നുമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും ആശയ തടങ്കലിലാണ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ്. അത് ഞങ്ങൾ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വെറുതെ പറഞ്ഞതല്ല. ഈ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ പാലക്കാട് തെരഞ്ഞെടുപ്പിലുൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDP-യും മുസ്ലിം ലീഗുമായിട്ടും UDFുമായിട്ടും എന്ന് പറഞ്ഞാൽ പൊതുവെ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അതിൽ തങ്ങളെ സംബന്ധിച്ച് ഈ പരാമർശം പിണറായി നടത്തിയിരുന്നു. അപ്പോൾ മതപരമായ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിശദീകരണമാണ് ലീഗ് നേതൃത്വം നടത്തുന്നത്. സാദിഖലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റാണെന്നാണ്. ആ പ്രസിഡന്റിനെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അതിൻ്റെ കടന്ന് ലീഗിൽ തന്നെ വലിയ പ്രസിദ്ധിയൊന്നും ലഭിക്കാതെ ചില ആളുകൾ സാദിഖലിയെ സംബന്ധിച്ച് പറഞ്ഞാൽ വിവരമറിയും. ചില നേരത്തെ പറഞ്ഞതുപോലെയുള്ള വാർത്താ മാധ്യമങ്ങളിൽ സ്ഥിരം കിട്ടാത്ത ചില ആളുകളുണ്ട്. അവർ ഹൗസ് കൂടി ഒന്ന് റെഡിയാകണം. എന്തു പറയാൻ യാതൊരു ഉറപ്പുമില്ലാത്ത ഇതിലുള്ള കോലാഹലമാണ് ചില ആളുകൾ കണ്ടെത്തിയത്. ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയ വിമർശനം ചെയ്തത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ മതപരമായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വർഗീയ അജണ്ട ചില ആളുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും തടങ്കൽ പാളയത്തിലാണ് യഥാർത്ഥത്തിൽ ജീവിയുള്ളത് എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞതല്ല. ഈ വർഗീയ ധ്രുവീകരണത്തിൽ നടത്തുന്ന ശ്രമം ന്യൂനപക്ഷ വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിമർശനമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ആ വിമർശനം ശരിയായ രീതിയിലുള്ള വിമർശനം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെ മതപരമാക്കാനും
മതത്തിൻ്റെ പേരിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് വർഗീയ ധ്രുവീകരണം നടത്താനുമാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ അർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ മതവികാരത്തെ ആളി കത്തിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിൻ്റെയും SDP-യുടെയും ഒപ്പം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ മുഴുവൻ വോട്ടർമാരും മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനാധിപത്യ ശക്തികളും തിരിച്ചറിയണം എന്നതാണ് അതുകൊണ്ട് ചിന്തിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ റിവ്യൂ പരിശോധനയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമല്ലേ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും ലീഗിനെ CPM ഇത്ര ആക്രമിക്കുന്ന രീതിയിലേക്കൊന്നും പോയിരുന്നില്ല. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണല്ലോ SDP-യും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഉൾപ്പെടെ ചേരുന്ന ഒരു വർഗീയ കൂട്ടുകെട്ട് രൂപപ്പെട്ട് വന്നത്. പിന്നെ അതിന് മുമ്പേ വിശദീകരിക്കേണ്ട കാര്യം അവര് പ്രഖ്യാപിക്കാറുണ്ട്. ആ പ്രഖ്യാപനം ഞങ്ങൾ തമ്മിൽ ബന്ധം എപ്പോഴെങ്കിലും ഇവിടെ പഴയകാലം പ്രശ്നമാവും. പഴയകാലം ഭൂതകാലത്തെ അവർക്ക് ഓർത്തുകൊള്ളുക മാത്രമേ വർത്തമാനമുള്ളൂ. ആ വർത്തമാനത്തിൽ നിന്ന് മാത്രമേ ഭാവിയുള്ളൂ. പ്രയോഗം വേണ്ട, വെറുതെ പറഞ്ഞാൽ മതി. സാധാരണ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അത് ഇത്രയേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമിനെ ഒരു രാഷ്ട്രീയ കക്ഷിയായി, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഐക്യപ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്നേ വരെ കണ്ടിട്ടില്ല. ഒരു മതരാഷ്ട്രം വേണം, ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് ലോകത്തിൻ്റെ ഭാഗമായിട്ട് പരസ്യമായി പ്രവർത്തിക്കുകയും നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. തികച്ചും വർഗീയമാണ്, തികച്ചും രാഷ്ട്രവാദമാണ്. BJP-കാരെന്താണോ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ പേര് പറയുന്നത്, അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പരസ്യമായിട്ട് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഐക്യം വേണ്ടിയും ഇന്നുമില്ല, ഇനി ഉണ്ടാവില്ല. നേരത്തെ നിങ്ങൾക്ക് അറിയുന്നതാണ് കാര്യം. അവർ ഓരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണ്ട. സാധാരണ ഇത് ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തിരിക്കേണ്ട. അതായത് ജമാഅത്തെ ഇസ്ലാമിനെ കുറെ കോൺഗ്രസ്സുകാരെ തീരുമാനിക്കും, കുറെ ലീഗുകാരെ തീരുമാനിക്കും, കുറെ മാർക്സിസ്റ്റുകാരെ തീരുമാനിക്കും. ഇവർക്കെല്ലാം ഞങ്ങൾ വോട്ട് ചെയ്യുന്നു, ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഈ നിലയായിരുന്നു കുറെ കാലം ഉണ്ടായിരുന്നത്. ഇപ്പൊ തിരിച്ചറിയോടുകൂടി കൃത്യമായിട്ട് ഈ വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതോടുകൂടി മാധ്യമത്തെയും അതുപോലെ തന്നെ മീഡിയ വണ്ണിനെയും എല്ലാം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പഴയ കാലത്ത് ഉള്ളിൽ കൂടി നടത്തിയിട്ടുള്ള ശ്രമമാണല്ലോ, ആ ഉള്ളിൽ കൂടി നടത്തിയിട്ടുള്ള നല്ല പരസ്യം. ആ പരസ്യമായ നിലപാട് ഞങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് എപ്പോഴെങ്കിലും കാര്യമില്ല. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിന് ഇപ്പൊ ഈ മീഡിയ വണ്ണ് ജമാഅത്തെ ഇസ്ലാമിന്റെ ആണെന്ന് നിങ്ങൾ അറിയുമോ? നിങ്ങൾക്കറിയില്ല? അറിയോ? അറിയോ? ഇപ്പൊ അറിയുള്ളൂ, നമുക്കറിയില്ല. ഈ പത്രക്കാർക്കൊക്കെ അറിയില്ല, ഇപ്പൊ അറിയാം. അതുപോലെ മാധ്യമം ജമാഅത്തെ ഇസ്ലാമിൻ്റെതാണെന്ന് കാര്യങ്ങൾ അറിയോ? അപ്പോൾ അറിയാതെ ഘട്ടത്തിൽ ഞങ്ങളെല്ലാം മാധ്യമത്തോടും അതുപോലെ തന്നെ മീഡിയ കൊണ്ടിനോടെല്ലാം ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും പച്ചയായിട്ട് വർഗീയത അതിൻ്റെ മുഖമുദ്രയായിട്ട് മാറുകയും ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിന് പോയി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് പരസ്യമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ കലക്ടറേറ്റിൽ ഒരു മാർച്ച് നടത്തി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ. അത് വളരെ ഗൗരവമുള്ള പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയാണ്. ഏതാണ്ട് 2500-ഓളം വോട്ട് അഡ്രസ് ഇല്ലാത്ത, പേരില്ലാത്ത, വീടില്ലാത്ത, യാതൊരു തരത്തിലുള്ള തിരിച്ചറിവുമില്ലാത്ത നിലയിൽ, പിന്നെ ഇരട്ട വോട്ട് ഉൾപ്പെടെ 2500-ഓളം വോട്ട് അവിടെ ചേർത്ത് ആ ഒരു മണ്ഡലത്തിൽ മാത്രം. അതിന് മുഖ്യ നേതൃത്വം കൊടുത്തത് നല്ല കള്ള ഐഡൻറ്റിറ്റി എല്ലാം ഉണ്ടാക്കാൻ ശേഷിയുള്ള പാർട്ടി, അതിൻ്റെ സ്ഥാനാർത്ഥി തന്നെ അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും പറയാമല്ലോ. അവർ തന്നെയാണ് ചേർത്തത്. അതിൽ കുറേ കൂടി ഇപ്പോൾ തിരിച്ചറിഞ്ഞു. യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ വോട്ട് ചേർക്കുന്നതിന് കൂടി സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഔദ്യോഗിക പശ്ചാത്തലത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന BLOമാരാണ്. ഇന്നവിടെ മാർച്ച് നടത്തിയപ്പോൾ കളക്ടറെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും മെമ്മോറാണ്ടം പോയി. അപ്പോൾ കളക്ടർ പറഞ്ഞത് ഒരാൾ ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിലപാട് ഞങ്ങൾ ശക്തിയായിട്ട് സ്വീകരിക്കും. അല്ലെങ്കിൽ എത്ര വോട്ട് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണല്ലോ. കാരണം ഒറ്റ വോട്ടേ ചെയ്യാൻ പാടുള്ളൂ.
രണ്ട്, PLOമാർ തെറ്റായ രീതിയിലുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. 500 വോട്ട് ഇപ്പം തന്നെ അവർ ഐഡന്റിഫൈ ചെയ്യും. ഞങ്ങൾ പറഞ്ഞ 2500 ആണെങ്കിൽ 500 ഇപ്പം തന്നെയായി ഇനിയും പരിശോധിച്ചുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും ഇത്തരം നിലപാട് സ്വീകരിച്ച PLOമാരുടെ പേരിൽ നടപടി ചെയ്യും എന്ന് ഇപ്പോഴും വ്യക്തമാക്കി. കാരണം എന്താ പറഞ്ഞാൽ ഇത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കലിൻ്റെ വേറൊരു ഭാഗമാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് കള്ള ഐഡന്റിറ്റി ഉണ്ടാക്കി, കാർഡുണ്ടാക്കി, അങ്ങനെയാണ് ജയിച്ചത്. കോൺഗ്രസ്സുകാരെ തന്നെ പറഞ്ഞതാണ് രാഹുൽ മാഹൂർ. ഇവിടെ വോട്ടർ സൂക്ഷിച്ച് തന്നെ പുതിയ ആളുകളെ ചേർത്ത് അത് ആരെയും എവിടെ അഡ്രസ് ഇല്ല, എവിടെയാണെന്ന് അറിയില്ല, ഒരു വീട്ടിലും അതിന് അവരെ പറ്റി അറിയില്ല. ഇപ്പോഴാണല്ലോ ഇത് കൃത്യമായി മനസ്സിലായില്ല. ഇപ്രാവശ്യം മുഴുവൻ വീടും നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, എണ്ണയിട്ട യന്ത്രം പോലെ തുറക്കുന്നില്ല. അവിടെ എല്ലാം നന്നായിട്ട് കണക്കിട്ടിട്ടുണ്ട്. ഓരോ ബൂത്തും ഓരോ വീടും കൃത്യമായിട്ട് നിരവധി പ്രാവശ്യം LDF പ്രവർത്തകർ പരിശോധിച്ചിട്ടുണ്ട്, പോയിട്ടില്ല. അപ്പോഴാണ് ഈ കണക്കെല്ലാം കിട്ടിയത്. അപ്പോഴാണ് ഈ അഡ്രസ് ഇല്ലാതെ വോട്ട്, ആളില്ലാതെ വോട്ട് എവിടെയാണെന്ന് വീട്ടുകാർക്ക് അറിയില്ല. വീട്ടുകാരോട് ചോദിച്ചാൽ മതി, ഇവിടെ ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു ഓർഡർ ഇല്ല, പക്ഷേ പേരുണ്ട്, ലിസ്റ്റിൽ കൃത്യമായിട്ട് പേരുണ്ട്. അപ്പോൾ ആ പേര് എവിടെ നിന്ന് വന്നു എന്ന് അവർക്കറിയില്ല. അങ്ങനെയുള്ള 2500 വോട്ടുണ്ട്. അത് ആ വോട്ട് മുഴുവൻ നീക്കം ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ കള്ള വോട്ട് കൊണ്ട് ജയിച്ചു എന്ന് വരും. അത് ജയിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കള്ള വോട്ട് പറ്റില്ല, നീക്കണം. അത് PLOമാരുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് നടത്തിയത്. എന്ന് പറയുന്ന RSSന്റെ BJPയുടെ സമുന്നത നേതാവ് തികഞ്ഞ വർഗീയ പ്രചാരവേല RSSന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നവരാണ്. ഇപ്പോഴ് കോൺഗ്രസിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ RSS ബന്ധം ഉപേക്ഷിച്ചു എന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. BJPയുമായിട്ട് ബന്ധം ഉപേക്ഷിച്ചു എന്ന് മാത്രമേ പറയുള്ളൂ. RSS ആയിരിക്കുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എല്ലാവരും പറയുന്നതാണ്. മഹാത്മാഗാന്ധിയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ എന്തെന്ത് നിലപാടാണ് അത് ഞാനതൊന്നും ആവർത്തിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരുടെ കയ്യിലുണ്ട് അതിലെല്ലാം കൃത്യമായിട്ടുള്ള അഭ്യർത്ഥന. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രശ്നം പത്രപ്രവർത്തകന്മാർ കേരളത്തിൻ്റെ KPCC പ്രസിഡന്റിനോട് ചോദിച്ചു. ബാബറി മസ്ജിദ് തകർത്ത സമയം ഉൾപ്പെടെ സന്ദീപായ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അപ്പോൾ യാതൊരു പ്രയാസമില്ലാതെ കേരളത്തിലെ KPCC പ്രസിഡന്റ് പറഞ്ഞത്, നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്, നിങ്ങളെല്ലാം കയ്യിലുണ്ട്, പറഞ്ഞതുപോലൊന്നുമല്ല, അത് ജാമുവാൻ കാലത്ത് ഉള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ പറയുന്നത്, നിങ്ങൾക്കൊന്നും പോലെ പണിയില്ല എന്നാണ്. ജാമുവാൻ്റെ കാലത്തുള്ള രാഷ്ട്രീയമാണ് നിങ്ങളിപ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് പറയാൻ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചിട്ട് പത്രസമ്മേളനം ഇറങ്ങി പോവുകയാണ് യഥാർത്ഥത്തിൽ സുധാകരൻ ചെയ്തത്. ഒരൊറ്റ മാധ്യമം ചർച്ച ചെയ്തിട്ട് ഞങ്ങളാ മറ്റേ ഇമാതിരി വർത്താനം പറഞ്ഞത് എന്തായാലും സംഭവം. ജാമുവാൻ കാലത്തെ രാഷ്ട്രീയമാണ് ബാബറി മസ്ജിദ് പോലെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അംഗീകരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അകത്ത് നൂറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്ന ഒരു പള്ളി തകർച്ചയുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എത്ര ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടാകുമായിരുന്നു കേരളത്തിലങ്ങോളം ഇങ്ങോളം. എന്നീ ഒരക്ഷരം നിങ്ങളാരും അറിയാതിരുന്നത്. ഇതൊരു ഭാഗം. വേറൊരു ഭാഗം, വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചില മാധ്യമങ്ങൾ, പേര് ഞാനിപ്പോൾ പറയുന്നില്ല, വേണമെങ്കിൽ പിന്നീട് പറയാം, ശരിക്ക് പേടി ന്യൂസാണ്. പണം വാങ്ങി വാർത്ത കൊടുക്കുന്ന രീതി, ആ രീതിയാണ് ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ചില വാർത്തകൾ, ചില സംവാദ രീതികൾ കോൺഗ്രസിന് വേണ്ടി, പ്രധാനമായിട്ടും കോൺഗ്രസിന് വേണ്ടി ആ രീതികൾ പൂർണ്ണമായിട്ട് നിർവഹിക്കുന്ന നിലപാട് സ്വീകരിച്ച മാധ്യമ ശൃംഖലയിലെ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമ ശൃംഖല, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വിഭാഗം യഥാർത്ഥത്തിൽ പെയ്ഡ് പണം വാങ്ങി വാർത്ത സൃഷ്ടിച്ച് ഇടതുപക്ഷത്തിനെതിരായി കോൺഗ്രസിന് അനുകൂലമായി രാഷ്ട്രീയം സൃഷ്ടിക്കുക നിർമ്മിക്കുകയാണ്.